എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മുടെ നിത്യജീവിതത്തിൽ നവഗ്രഹങ്ങളിൽ നിന്നുണ്ടാവുന്ന ദോഷങ്ങളെ കൊണ്ട് നാം എല്ലാവരും പല വിധത്തിലും ദുഃഖിതരാണെന്ന് വേണേൽ പറയാം. പല വിധത്തിലുള്ള ഗ്രഹപ്പിഴകളും നമ്മുടെ ജീവിതത്തിൽ ശക്തമായ ഒരു വഴിത്തിരിവുകളായി മാറാറുണ്ട്. നല്ല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിശക്തമായ ചില ഗ്രഹപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗ്രഹത്തിൻ്റെ പ്രത്യേകമായ ദശ അപഹാര സമയങ്ങളെ കൊണ്ടോ രാശിമാറ്റങ്ങളെ കൊണ്ടോ ഒക്കെയുള്ള ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അന്ന് വരെ കണ്ടതൊന്നുമല്ല, അതുവരെ കണ്ട സുഖവും സന്തോഷവും സമാധാനവും ഒന്നുമല്ല, അതിനപ്പുറത്തേക്ക് ഒരു കര കാണാത്ത കടൽ പോലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നിൻ്റെ പുറകെ ഒന്നായി വരുന്നത് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരു ഗ്രഹപ്പഴകൾ വരുമ്പം നമ്മളെല്ലാവരും ജീവിതം തന്നെ മടുത്തു, എന്തിനാണ് ഈ ജീവിതം എന്ന രീതിയിൽ മനസ്സ് തളരാറുണ്ട്. അങ്ങനെ തളരേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വരുന്ന ആ ഒരു ദുഃഖ സമയങ്ങളിൽ ധൈര്യപൂർവ്വം ഭഗവാനെ ഒന്ന് ആഞ്ഞു വിളിക്കുക, മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കുക. ആ ഗ്രഹപ്പഴകളിൽ നിന്നും രക്ഷപ്പെട്ടു വരാൻ വേണ്ടതായ വഴികൾ നമ്മുടെ ആചാര്യന്മാർ പലവിധേനയുള്ള മന്ത്രങ്ങളായിട്ടും ഉപാസനകളായും പ്രാർത്ഥനാ പദ്ധതികളായിട്ടും എല്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അവരുടെ അനുഭവത്തിലൂടെ അവരെല്ലാം ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുള്ള കാര്യങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടി ഏറ്റവും അമൂല്യമായ നിധിയായി ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പം നമ്മുടെ ഉപാസനകളും പ്രാർത്ഥനകളും മന്ത്രങ്ങളും എല്ലാം അങ്ങനെയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള കുറേ തിരിച്ചടികൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ ആ ഗ്രഹപ്പഴകളെ കൊണ്ട് ഉള്ള ആ മഹത്തായിരിക്കുന്ന വലുതായിരിക്കുന്ന ദോഷങ്ങൾ കാണുമ്പോൾ ഭയപ്പെടേണ്ട, അവിടം കൊണ്ട് ജീവിതം കഴിഞ്ഞു എന്ന് ചിന്തിക്കേണ്ട എന്നർത്ഥം. കാരണം പല ദശാകാലങ്ങളും ദുരിതങ്ങളും എല്ലാം ഇപ്പോൾ ഒരു ശനിദശയോ അല്ലെങ്കിൽ രാഹുദശയോ ഇങ്ങനെയൊക്കെ വരുന്ന ഓരോ ദശാകാലങ്ങളും വളരെ ദീർഘമായ കാലമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കണ്ണായ സമയമായിരിക്കും ഈ ദോഷങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് 19 വർഷം അല്ലെങ്കിൽ 18 വർഷം 16 വർഷമൊക്കെ ദോഷമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ആ നല്ല ഓടിക്കളിച്ച് കിടക്കുന്ന സമയവും കാലങ്ങളും മൊത്തം പോയി. ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് വിദ്യാഭ്യാസം, ജോലി, വിവാഹം തുടങ്ങിയ ഏറ്റവും ശ്രദ്ധേയമായ സമയങ്ങളിലെ ഗുണങ്ങളെല്ലാം അതോടുകൂടി ഇല്ലാണ്ടാവുമോ എന്ന ആശങ്കയായിത്തീരും. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഭഗവാനെ സാധിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക. ഏത് ദുഃഖ ദുരിതങ്ങളെയും മാറ്റാനും നമുക്ക് ഭക്തനോട് ചേർന്ന് നിന്ന് ഒരു സുഹൃത്തിനെ പോലെ നമ്മളോട് ചേർന്ന് നിന്ന് നമ്മെ സഹായിക്കാനും എല്ലാം സാധിക്കുന്ന അത്ഭുത ശക്തിയുള്ള ധാരാളം മന്ത്രങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്ന ഉപാസനകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ നാം ഒന്ന് സമയം കണ്ടെത്തണം എന്നർത്ഥം. ബുധനാഴ്ച ദിവസങ്ങളിലോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ നമ്മൾ വ്രതമെടുക്കുക, മത്സ്യാംസാദി ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് വ്രതമെടുക്കുക. ഭഗവാന്റെ ക്ഷേത്രങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദർശനം നടത്തുക. അത് ശ്രീകൃഷ്ണനായാൽ ഏറ്റവും വിശേഷം, ഇല്ല ശ്രീകൃഷ്ണനല്ല വിഷ്ണു ക്ഷേത്രം എന്നുള്ള രീതിക്കോ ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങളോ അങ്ങനെ വൈഷ്ണവമായ മറ്റ് ക്ഷേത്രങ്ങളായാലും വിരോധമില്ല. അത്തരം സ്ഥലങ്ങളിൽ ദർശനം നടത്തി യഥാശക്തി ജപങ്ങളും പ്രാർത്ഥനകളും ചെയ്യുക. ഭഗവാന്റെ നാമങ്ങൾ യഥാശക്തി ജപിക്കുക. അപ്പം ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിലെല്ലാം പരമാവധി സമയം അവിടെ ഇരുന്നു കൊണ്ട് പങ്കെടുക്കുക, നാമജപങ്ങൾ ചെയ്യുക, അരയാൽ പ്രദക്ഷിണം ചെയ്യുക. പാപദോഷ ദുരിതങ്ങൾ മാറാനും ഗ്രഹപ്പിഴകളിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാം നമ്മെ സഹായിക്കും. തുളസി പ്രദക്ഷിണം, തുളസി തറയ്ക്ക് പ്രദക്ഷിണം വെക്കുക, തുളസിയുടെ അടുത്തിരുന്നുകൊണ്ട് നാമജപം ചെയ്യുക. ഇതും ഗ്രഹപ്പിഴാദോഷങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ നമ്മെ സഹായിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുതകരമായ ധാരാളം മന്ത്രങ്ങളുണ്ട്. ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം ഭഗവാന്റെ മൂലമന്ത്രമാണ്. അപ്പോൾ ഇത് അരയാലിന് പ്രദക്ഷിണം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ തുളസിയുടെ സമീപത്ത് ഇരുന്നു കൊണ്ടോ 108 പ്രാവശ്യമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേ ദോഷദുരിതങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മെ രക്ഷിക്കും എന്നർത്ഥം. ഹരേ രാമ എന്നുള്ള മന്ത്രം വളരെ പ്രശസ്തമായ മന്ത്രം. ഈ മന്ത്രജപവും നിത്യേന 36 പ്രാവശ്യമോ 108 പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഭഗവാന്റെ വ്രതം എടുക്കുന്ന ആൾക്കാർ മത്സ്യാംസാദി ഭക്ഷണം ഒഴിവാക്കുക, മഞ്ഞ പട്ടെടുക്കുക, അല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിക്കുക, തുളസീതളം ശിരസിൽ ധരിക്കുക, ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളൊക്കെ പങ്കാളികളാവുക, യഥാശക്തി ഭഗവാന്റെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലുക. എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഷ്ടോത്തര മന്ത്രം, സഹസ്രനാമം, നാരായണീയം പാരായണം ചെയ്യുക, ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുക. ഇങ്ങനെ പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ സ്തോത്രങ്ങൾ ജപിക്കുകയോ ഒക്കെ ചെയ്താലും അതിലൂടെ ആ നാമജപത്തിൻ്റെ ശക്തി കൊണ്ട് വലുതായ ഗ്രഹപ്പിഴാദോഷങ്ങൾ ചെറുതായിട്ട് മാറിക്കൊള്ളും. വലിയൊരു അപകടവും ദോഷവും വരാനുണ്ട്, അതിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞ് അത് നിസ്സാരമായിട്ട് മാറിക്കൊള്ളും എന്ന് സാരം. ശ്രീകൃഷ്ണ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രശസ്തമാണ് അഷ്ടാക്ഷര മഹാമന്ത്രം. നമോ നാരായണായ എന്ന ഭഗവാന്റെ മന്ത്രം നിത്യേന ജപിക്കുന്നവനെ ഭഗവാൻ കൂടെ നിന്നുകൊണ്ട് രക്ഷിക്കുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ മറ്റ് ഏത് ശക്തമായ ഉപാസനാ വിഷയങ്ങൾ ചെയ്യുന്ന വ്യക്തികളും ഭഗവാന്റെ ഈ മന്ത്രം കൂടെ
പേരിനെങ്കിലും കുറച്ചെങ്കിലും ജപിക്കാറുണ്ട്. ഒരുപക്ഷെ അവരുടെ ഇഷ്ടദേവത മറ്റു ദേവീദേവന്മാരായിരിക്കാം, എങ്കിലും കുറച്ചെങ്കിലും ഈ മഹാമന്ത്രം ജപിക്കാറുണ്ടെന്നർത്ഥം. അതിനോടൊപ്പം തന്നെ ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രം, ഈ മന്ത്രവും 108 പ്രാവശ്യമോ 36 പ്രാവശ്യമോ യഥാശക്തി പ്രാവശ്യം ജപിക്കുക. ഏറ്റവും പ്രശസ്തമായ ദ്വാദശാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മഹാമന്ത്രം പാപശാന്തിക്ക് ഗുണകരമാണ്, ഭാഗ്യസിദ്ധിക്ക് ഗുണകരമാണ്. പ്രതിസന്ധികളെ മാറ്റി നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മന്ത്രജപം നമ്മെ സഹായിക്കും. അറിഞ്ഞോ അറിയാതെയൊക്കെ നമുക്ക് വന്നു ചേരുന്ന ശാപദോഷാദി ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ദ്വാദശാക്ഷര മഹാമന്ത്രം നമ്മെ സഹായിക്കും. രാജഗോപാല മന്ത്രം ഏറെ പ്രശസ്തമായ മറ്റൊരു മഹാമന്ത്രമാണ്. കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ സ്വാഹ എന്ന ഒരു മന്ത്രം. ഈ മന്ത്രം ഭൗതിക സുഖസമൃദ്ധിക്ക് ഗുണകരമാണ്. ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം നീങ്ങാതെ നിൽക്കുന്നുണ്ടാവും. ആ അവസ്ഥയൊക്കെ ഒന്ന് മാറി തെളിയുക. അതുപോലെ കർമ്മ മേഖലയിലെ പ്രശ്നങ്ങൾ തീരത്തില്ല. തൊഴിൽ രംഗത്ത് എന്നും പ്രശ്നങ്ങളായിരിക്കും. നാം എന്തൊക്കെ ചെയ്താലും മറ്റുള്ളവർക്ക് നാം ചെയ്യുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ നാം ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഒരു അംഗീകാരം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മതിപ്പില്ലാതാവുക, ഇത്തരം കാര്യങ്ങളൊക്കെ മാറി ന്യായമായ അർഹമായ അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനും പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ കിട്ടാനും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ രംഗത്ത് സാധ്യതകൾ ഉണ്ടാവുന്നതിനും വിദ്യാർത്ഥികൾക്ക് ആ സംബന്ധമായ ഭയപ്പാടുകൾ മാറി ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ വേണ്ട ശക്തിക്കുമെല്ലാം ഈ മന്ത്രം നമ്മെ സഹായിക്കും. വിദ്യാരാജഗോപാല മന്ത്രം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യാമാശു പ്രയച്ഛമേ. വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഏറ്റവും ഗുണകരമാണ് ഈ മന്ത്രം. കുട്ടികൾക്ക് വിദ്യാസംബന്ധമായിട്ട് പോരായ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബ്രഹ്മീഹൃതത്തിലോ സാരസ്വര ഹൃദത്തിലോ ഈ മന്ത്രം നെയ്യിൽ ദർഭ കൊണ്ട് തൊട്ട് ജപിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ ആ ഓർമ്മശക്തി കൂടാനും ബുദ്ധിശക്തിക്കും എല്ലാം അത് പ്രയോജനപ്പെടും. ചില കുട്ടികൾക്ക് നല്ലവണ്ണം പഠിക്കാനൊക്കെ സാധിക്കും, എന്നാൽ പരീക്ഷാദി സന്ദർഭങ്ങളൊക്കെ വരുമ്പം വേണ്ട സമയത്ത് തോന്നില്ല എന്ന് പറയും. അതായത് എല്ലാം പഠിച്ചതാണ്, പക്ഷേ എന്താണെന്നറിയില്ല, പരീക്ഷാ ഹാളിൽ കയറിയപ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്നൊരവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ മാറി ബുദ്ധി വേണ്ട വിധത്തിൽ വികസിക്കുന്നതിനും അത് വേണ്ട സമയത്ത് പ്രയോജനപ്പെടാനും കൂടുതൽ പഠിക്കാനും ഒക്കെ വേണ്ട ആ ഒരു മികവിനെല്ലാം ഈ മന്ത്രം ഗുണകരമാണ്. ഇത് ജപത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലാതെ നെയ്യ് ജപിച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ട് ക്ഷേത്രങ്ങളിൽ തുളസിയില കൊണ്ട് അർച്ചനയൊക്കെ കഴിക്കുന്നതും ഏറെ വിശേഷമാണ്. ബുധനാഴ്ച ദിവസങ്ങളിലായിട്ട് ഒരു 3, 5, 7, 12 പ്രാവശ്യമൊക്കെ വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മികവിന് പ്രയോജനപ്പെടും. നിത്യജപത്തിനാണേലും 108 പ്രാവശ്യമോ 36 പ്രാവശ്യമോ ഒക്കെ കുട്ടികളെ കൊണ്ട് ഈ മന്ത്രം ജയിപ്പിക്കുക. അപ്പോൾ അതും ഈ ഗ്രഹപ്പഴയെ കൊണ്ട് ഒരു വിദ്യാഭ്യാസത്തിന് തടസ്സം വരുന്നുണ്ടെങ്കിൽ, ഗ്രഹത്തിൻ്റെ രാശിമാറ്റങ്ങളെ കൊണ്ടോ ദോഷമായ ഏതെങ്കിലും ഗ്രഹസ്ഥിതികളെ കൊണ്ടോ ബുധൻ്റെ ഒരു ബലക്കുറവ് കൊണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിലൊക്കെ കുട്ടികൾക്ക് പഠിത്തം ഉഴപ്പിപ്പോവാം. ആ സന്ദർഭങ്ങളിലെല്ലാം ഈ മന്ത്രജപത്തിൻ്റെ സഹായം വന്നാൽ ആ സമയം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ അതിജീവിച്ച് പോകാൻ പറ്റും. സുശ്യാമമന്ത്രം സുശ്യാമകോമളം ദേവം ഗോപീമാനസസുന്ദരം കാമദേവസമാനാഭം ശ്രീകൃഷ്ണം പ്രണതോസ്മ്യഹം. വളരെ പ്രശസ്തമായ ഒരു മഹാമന്ത്രമാണ്, വശ്യശക്തിയുള്ള മന്ത്രം എന്ന് തന്നെ പറയാം. ശ്രീകൃഷ്ണ ഭഗവാനെ നാം ഏവരും കാണുന്നത് വളരെ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നമ്മെ ഏവരെയും ആകർഷിക്കുന്ന മനോഹരമായൊരു രൂപമാണ്. ആ വശ്യമനോഹരമായിരിക്കുന്ന ആ ഭഗവാന്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ഒരു 21 പ്രാവശ്യമോ 48 പ്രാവശ്യമോ 36 പ്രാവശ്യമൊക്കെ നമുക്ക് ജപിക്കാം. 12 പ്രാവശ്യമായിട്ടും ജപിക്കാം. ഇങ്ങനെ യഥാശക്തി ദിവസം ജപിക്കുക. രാവിലെയും വൈകിട്ടും ജപിക്കാം. രാവിലെയാണ് ഏറെ വിശേഷം. അപ്പോൾ അത് സൂര്യോദയത്തിന് മുമ്പേ ഒക്കെ ജപിച്ചു തുടങ്ങുന്നത് ഏറ്റവും ഗുണകരമായിട്ടാണ് പറയുക. അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള കലഹങ്ങൾ മാറിക്കിട്ടും. കുടുംബജീവിതത്തിലെ ദാമ്പത്യ കലഹം പോലുള്ള കാര്യങ്ങൾ മാറുക, ഇഷ്ടവിവാഹം നടക്കുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രേമബന്ധം പോലുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു പ്രേമ സാഫല്യത്തിന് ഈ മന്ത്രജപം പ്രയോജനപ്പെടും. കുടുംബജീവിതത്തിൽ കലഹങ്ങൾ പോലെ നേരിടുന്നവർക്ക് അവയൊന്ന് മാറി പരസ്പരം ഒരു വശ്യതയും ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടാവാനും എല്ലാം ഈ മന്ത്രജപം നമ്മെ സഹായിക്കും. അതിനെല്ലാം അപ്പുറത്തേക്ക് സാമൂഹികമായ വശ്യതയ്ക്കും ഈ മന്ത്രം ഗുണകരമാണ്. നാട്ടുകാർക്ക് സമൂഹത്തിന് നമ്മളോടൊരു മതിപ്പും ഇഷ്ടമൊക്കെ ഉണ്ടാവാൻ വേണ്ടി ലോക വശ്യത്തിന് വേണ്ടിയും ഈ മന്ത്രജപം ചെയ്യാറുണ്ട്. ദേവകീപുത്ര മന്ത്രം ഓം ക്ലീം ഗോവല്ലഭായ
ക്ലീം കൃഷ്ണായ ദേവകീപുത്രായ ഹുംഭട്ട്. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ജപിക്കാവുന്ന ഒരു വിശേഷ മന്ത്രമാണിത്. 108 പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ജപിക്കാം. അത് ശ്രീകൃഷ്ണ ആരാധനയ്ക്ക് വിശേഷമായിരിക്കുന്ന അഷ്ടമി ദിവസമോ ബുധനാഴ്ച ദിവസമോ വ്യാഴാഴ്ചയോ രോഹിണി നക്ഷത്ര ദിവസമോ ഒക്കെ ഈ മന്ത്രജപം ചെയ്യാവുന്നതാണ്. ഏറെ വിശേഷമായിരിക്കുന്ന ഈ മന്ത്രജപം ചെയ്യുന്നതിലൂടെ സന്താന സംബന്ധമായി ഒരു ദുഃഖം നേരിടുന്നവർക്ക് ഇഷ്ടസന്താന ലബ്ധിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് സങ്കല്പം. അപ്പോൾ അത് ഒരു ക്ഷേത്രത്തിൽ വിശേഷ അർച്ചനയായിട്ടും പൂജയായിട്ടും ഒക്കെ മന്ത്രജപം കൊണ്ട് ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ജപത്തിന് വേണ്ടി ഉപയോഗിക്കാം. 108 പ്രാവശ്യമോ 336 പ്രാവശ്യമോ 41 പ്രാവശ്യമോ യഥാശക്തി പ്രാവശ്യം നെയ്വിളക്ക് കൊളുത്തി വെച്ച് വീട്ടിലിരുന്നു കൊണ്ട് ജപിക്കുന്നതും ഏറെ വിശേഷമാണ്. ബലരാമ മന്ത്രം. ഓം ബലപ്രമദായ രൂപായ രാമായ ആനന്ദരൂപിണേ മഹാസന്തോഷരൂപായ രോഹിണി പ്രിയകാമദ രാമായ വിശ്വശാന്തിപ്രദായിനേ സർവസൗഖ്യം ദദാതേന ശാന്തിപ്രദായക ഓം ശ്രീം ഹലായുധായ നമഃ. ശ്രീകൃഷ്ണ സഹോദരനായിരിക്കുന്ന ബലരാമസ്വാമിയെ സങ്കല്പിച്ച് ചെയ്യുന്ന പ്രാർത്ഥനകൾ ഭൂമി സംബന്ധമായ ഐശ്വര്യ സമൃദ്ധിക്ക് വളരെ ഗുണകരമാണ്. അപ്പം നമുക്ക് ഭൂമി സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ മാറാൻ വേണ്ടി ഈ മന്ത്രം ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ നമുക്ക് ഇപ്പം ഒരു വീടില്ലാത്തവർക്ക്, ഗൃഹനിർമ്മാണം തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക്, അല്ലെ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇത്തരം ആൾക്കാർക്കും എല്ലാം ആ വിഷയത്തിലെ തടസ്സങ്ങളൊന്ന് മാറി കാര്യങ്ങൾ സന്തോഷമാകാൻ വേണ്ടി ഈ മന്ത്രജപം പ്രയോജനപ്പെടും. അപ്പം സമ്പൽ സമൃദ്ധി ഉണ്ടാവുക, വീടും താമസ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നുള്ളൊരു ഐശ്വര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൃഷി പോലുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നവർക്ക് അതിലൊരു ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഈ മന്ത്രജപം പ്രയോജനപ്പെടും. ധനം പല രീതിയിലും കയ്യിൽ വന്നിട്ട് ചോർന്നു പോകുന്ന ആൾക്കാർക്ക് ആ ധനം നിലനിൽക്കുന്നതിന് വേണ്ടി, ധന അഭിവൃദ്ധിക്ക് വേണ്ടിയും ബലരാമസ്വാമി പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ബലരാമസ്വാമിയുടെ ക്ഷേത്രങ്ങൾ പൊതുവെ കുറവാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തിയും വിശേഷാൽ അവിടെ ഇരുന്നു കൊണ്ട് ഈ മന്ത്രജപം ചെയ്യുന്നതൊക്കെ ഏറ്റവും ഗുണകരമാണ്. അപ്പം വിഷ്ണുവിനെ സംബന്ധിക്കുന്ന അവതാര ക്ഷേത്രങ്ങൾ ഏത് ക്ഷേത്രത്തിൽ വെച്ചും ഈ മന്ത്രജപങ്ങൾ ചെയ്യാം. അതുകൂടാതെ അരയാലിൻ്റെ സമീപത്തിരുന്നോ തുളസി സമീപത്തിരുന്നോ നമ്മുടെ പൂജാമുറിയിൽ തന്നെ കൃത്യമായി ശുദ്ധമായി വൃത്തിയായിട്ടിരുന്നു കൊണ്ടോ ഒക്കെ ഈ പ്രാർത്ഥന ചെയ്യാം. വളരെ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകുന്ന മന്ത്രമാണ്. എങ്കിലും 41 ദിവസമോ 90 ദിവസമോ 21 ദിവസമോ യഥാശക്തി ദിവസങ്ങൾ നമുക്ക് ജപിക്കാം. കാരണം ഈ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കല്ല, എക്കാലത്തേക്ക് നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ സ്ഥിരമായ ഒരു ഉപാസനയായും ഈ മന്ത്രങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ലക്ഷ്മീശ മന്ത്രം. ലക്ഷ്മി ദേവിയോട് കൂടി ഇരിക്കുന്ന രീതിയിലുള്ള ആ ഭഗവാന്റെ സങ്കല്പത്തിലുള്ള മന്ത്രമാണ്. ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവിധത്തിലുള്ള ഐശ്വര്യ അഭിവൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും മൂർത്തിയായാണ് നാം സങ്കല്പിക്കുന്നത്. അപ്പം നമുക്ക് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ധനാഭിവൃദ്ധി എന്ന് പറയുന്ന അത്യാവശ്യമായൊരു കാര്യമാണ്. ഇപ്പം പല വിധേനയുള്ള ഗ്രഹ ദോഷങ്ങളെ കൊണ്ടും ദശാകാലങ്ങളെ കൊണ്ടോ അപഹാരകാലങ്ങളെ കൊണ്ടോ അങ്ങനെയുള്ള ഓരോരോ സന്ദർഭങ്ങളിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റം പോലുള്ള സന്ദർഭങ്ങളിൽ അതുവരെ ഉണ്ടായിരുന്ന സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം മാറി മറിഞ്ഞേക്കാം. അത്തരം ഒരു സന്ദർഭങ്ങളിൽ ആ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കാൻ വേണ്ടി, ധനം കയ്യിൽ വരുന്നത് നിലനിൽക്കാനും ധനം വരവ് ഉണ്ടാകാനും വരുന്നൊരു നിലനിൽക്കാനും എല്ലാം വേണ്ടി ഈ ലക്ഷ്മി സമേതനായിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറെ വിശേഷമാണ്. ലക്ഷ്മീശ മന്ത്രം. ഓം ക്ലീം കൃഷ്ണായ നമ. തേജോരൂപിണേ യോഗീശ്വരായ ശ്രീം നമ. കാലപുരുഷായ യോഗാത്മനെ ലക്ഷ്മീനാഥായ ധനദായിനേ ശ്രീം ധനാധ്യക്ഷായ കമലാപ്രിയായ ശ്രീം നമ. 108 പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ഈ മന്ത്രം ജപിക്കാം. 21 ദിവസമോ 41 ദിവസമൊക്കെ ജപിക്കുന്നത് ലക്ഷ്മി കടാക്ഷത്തിന് നമ്മെ സഹായിക്കും. നിത്യജീവിതത്തിലെ പ്രതിസന്ധികളെ ഏറ്റവും പ്രധാനമായും കാണിക്കുന്ന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ, അല്ലെങ്കിൽ കണ്ടകശനി, ഏഴരശനി പോലെയുള്ള ശക്തമായ ശനിദോഷ ദുരിതങ്ങൾ, ഓരോ ഗ്രഹത്തിൻ്റെയും രാശിമാറ്റങ്ങളെ കൊണ്ടുണ്ടാകാവുന്ന അതുവരെയുള്ള സുരക്ഷിതമായ അവസ്ഥയിൽ നിന്നും വിപരീതമായ അവസ്ഥകൾ, ഇങ്ങനെയുള്ള ഈ ഒരു ഭയപ്പാടും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ ആ നവഗ്രഹങ്ങളെ എല്ലാത്തിനെയും ആ ദോഷങ്ങളെ അതിജീവിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തിയേറിയ പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെയാണ് പറഞ്ഞു തന്നത്. ഈ ഒരു പ്രാർത്ഥനകൾ നമ്മളെല്ലാവരും ചെയ്യുക. നമ്മുടെ വീട്ടിലെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും എല്ലാം ഉണ്ടാവട്ടെ. എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം നന്ദി, നമസ്കാരം.